ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള സ്റ്റൈൽ സ്പൈസി നാടൻ ചിക്കൻ ഫ്രൈ. അതിനായി 3/4 കിലോയോളം ചിക്കൻ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 6 ലെഗ് പീസ് നന്നായി കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഇതിനായി വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് കരിവേപ്പില, 2 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. മസാലപ്പൊടികളെല്ലാമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എടുത്തു വെച്ചിരിക്കുന്ന തൈര്, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ ഇതിനുള്ളിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉപ്പ് നോക്കാവുന്നതാണ്. പോരായെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടിപ്പോൾ നന്നായി ചേർന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈക്ക് സാധാരണയായി ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കുന്നത് രുചിക്ക് നല്ലതായിരിക്കും. മസാല നല്ലതായി പിടിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഒരു രാത്രി മുഴുവനും അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേന്ന് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ് ഈ കാണുന്നത്. ഇത് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇട്ടതിന് ശേഷം തീ ഒരല്പം സ്ലിമ്മാക്കി കൊടുക്കുക. ഡീപ് ഫ്രൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചൂട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറിച്ച് ഇടാം. പതിയെ പതിയെ ഓരോ സൈഡായിട്ട് മറിച്ചിട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കുക. ഒന്നും കൂടി നമുക്കിത് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂട് എണ്ണയാണ്, വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ബാക്കിയുള്ള 6 ചിക്കൻ പീസും വറുത്തെടുക്കുക. ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. താങ്ക് യു.